പന്തളത്ത് സംഘപരിവാർ സംഗമത്തിന്റെ പേരിൽ നടത്തിയത് വർഗീയ സംഗമം. ശബരിമല ക്ഷേത്രത്തിലെ വാവർ പള്ളിയെ തള്ളിപ്പറയുന്നവർ സ്വാമി അയ്യപ്പനെയാണ് തള്ളിപ്പറയുന്നത്. വാവർ സ്വാമി ഇല്ലാതെ അയ്യപ്പസ്വാമി പൂർണ്ണമാവില്ല. ആത്മബന്ധത്തിന്റെ ഉദാത്തമായ മാതൃകയിൽ കുടികൊള്ളുന്നത് മതത്തിനതീതമായ സ്നേഹവും പാരസ്പര്യവുമാണ്. ഇതിനെയാണ് കാഷായ വേഷമിട്ട ചില വർഗീയവാദികൾ ആക്ഷേപിക്കുന്നത്. ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുന്നു. RSSന്റെ ബദൽ സംഗമത്തിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പന്തളം കൊട്ടാരം രാജകുടുംബാംഗം കുടുംബാംഗം പ്രദീപ് വർമ്മയാണ് പോലീസിൽ പരാതി നൽകിയത്. മതസ്പർദ്ധയുണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. വാവർ മുസ്ലിം തീവ്രവാദിയാണെന്ന് ബദൽ സംഗമത്തിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി വിവാദ പരാമർശം നടത്തിയിരുന്നു. DYFI പന്തളം ബ്ലോക്ക് കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകി. ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടാണ് സംഘപരിവാർ സംഘടനകൾ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത്. SNDPയും NSSും KPMSും ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്നും പന്തളത്ത് നടന്ന സംഗമത്തിൽ പ്രമുഖ നേതാക്കന്മാർ ആരും പങ്കെടുത്തില്ല. ഇതോടെ സംഘപരിവാർ സംഘടനകളുടെ മാത്രം സംഗമമായി ഇത് മാറി. യോഗത്തിൽ പങ്കെടുത്ത പരിവാർ നേതാക്കളിൽ പലരും കടുത്ത വർഗീയ പരാമർശങ്ങളാണ് നടത്തിയത്. 25-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ. മറന്നു പോകരുത്. സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു, വാവരല്ല വാപുരസ്വാമി. വിവിധ ജില്ലകളിൽ നിന്നും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനായിരുന്നു നിർദ്ദേശം. BJPയും RSSും ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും തങ്ങളുടെ സ്വാധീന മേഖലയിൽ നിന്നും ആളുകളെ പന്തളത്തെത്തിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന് ബദലായി സംഘടിപ്പിച്ച സംഗമത്തിൽ വൻ ജനപങ്കാളിത്തമുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഈ പരിശ്രമം. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം. ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ N. ജയചന്ദ്രൻ ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ഇന്നലെ പന്തളത്ത് നടത്തിയ സംഘപരിവാറിൻ്റെ സംഗമം അതൊരു വിദ്വേഷ സംഗമം കൂടിയായി മാറി. എന്തൊക്കെയാണ് അവിടുത്തെ സ്വാമിമാർ, ഈ കാഷായ വേഷമിട്ട സ്വാമിമാരെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല, ഈ ആൾക്കാർ അവിടെ നിന്ന് വർത്തമാനം പറയുന്നത്? ശബരിമല ക്ഷേത്രത്തിൻ്റെ ഒരു അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലല്ലേ ആ ശാന്താനന്ദ മഹർഷി സംസാരിക്കുന്നത്? ഈ ശബരിമല സന്നിധാനവും പൂങ്കാവനവും എല്ലാം രൂപപ്പെട്ടു വന്നത് അത് അയ്യപ്പനും വാവരുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ഫലമായിട്ടല്ലേ? ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു സാഹോദര്യത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായി നിൽക്കുന്ന ഒരു കാനന ക്ഷേത്രത്തെ എത്ര ലജ്ജാകരമായ രീതിയിലാണ് ആക്ഷേപിക്കുന്നത്. തീവ്രവാദിയാണ് എന്നാണ് പറയുന്നത്. ക്ഷമ ആദ്യം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം, ഈ PCR എന്നുള്ള വർത്തമാനം കാരണം എനിക്ക് ശരിയായിട്ട് ചോദ്യം പോലും കേൾക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞതാണ്, എന്നിട്ടും അത് ശ്രദ്ധിക്കാതെ ഭയങ്കരമായി ഡിസ്റ്റർബിംഗ് ആണ് കേട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ജയചന്ദ്രൻ. ചില സമയത്ത് ഈ സാങ്കേതികമായ ആശയം വെച്ച് മറുപടി പറയുകയാണ്. സാങ്കേതികമായ ചില വിഷയങ്ങളിൽ കൂടി ഉണ്ടാവുന്നതായിരിക്കാം. അത് പറയാം. അല്ല, അത് ഞാന് ഇന്നലെ ആയിരുന്നല്ലോ പന്തളത്തെ ബദൽ സംഗമം. ഈ ബദൽ സംഗമ സമയത്ത് തന്നെ അതിനുശേഷം രാത്രിയിൽ ഒരു ചാനലിൽ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ അവിടെ 20-ാം തീയതി പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിവേകവും പിന്നെ ഇവിടെ പന്തളത്ത് ബദൽ സംഗമവുമായിട്ട് നടത്തിയത് കക്ഷി രാഷ്ട്രീയ വിരോധവുമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കേരളം കണ്ടത്. അതാണ് പിന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് വരുന്നതാണ് ഇന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ അവർ NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായരുമായി നടത്തിയിട്ടുള്ള അഭിമുഖം. പരിപൂർണമായും പിന്നെ ആ തരത്തിൽ തന്നെ രാഷ്ട്രീയ വിവേകമാണ് പമ്പാ സംഗമത്തിൽ ഉണ്ടായത് എന്ന് കൃത്യമായും ശ്രീ G. സുകുമാരൻ നായർ
അഭിമുഖത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ടല്ലോ. പദപ്രയോഗം അങ്ങനെ ഇല്ലെങ്കിലും ഉള്ളടക്കം അത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ഉള്ളടക്കം തന്നെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഗവൺമെന്റ് അത് അക്നോളജ് ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ. അത് തന്നെയാണ് രാഷ്ട്രീയ വിവേകം എന്ന് പറയുന്നത്. എന്ന് മാത്രം ഈ പിന്നെ ഹിന്ദു സമുദായത്തിലെ ഹിന്ദു മതത്തിലെ ജാതി സമുദായ സംഘടനകൾ 28 ജാതി സമുദായ സംഘടനകളാണ് അവിടെ പങ്കെടുത്തത് പമ്പയിൽ 20-ാം തീയതി. നോക്കൂ, ഇവിടെ ഇന്നലെ നടന്ന 22-ാം തീയതി ജയചന്ദ്രൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, ഇന്നലെ അവിടെ നടത്തിയ സംഘപരിവാറിൻ്റെ സംഗമം എന്ന് പറയുന്നത് അപരമത വിദ്വേഷത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയാണ്. BJPയുടെ സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ മാത്രം പങ്കെടുത്ത ഒരു പരിപാടി. അവിടെ മറ്റ് പ്രമുഖ സാമുദായിക സംഘടനകളുടെ ഒരു പ്രാതിനിധ്യവും അവിടെ ഉണ്ടായില്ല. NSSൻ്റെ ആവട്ടെ, SNDPയുടെ ആവട്ടെ, KPMSൻ്റെ ആവട്ടെ, മറ്റ് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു പ്രാതിനിധ്യവും ഉണ്ടായില്ല. പക്ഷേ അവിടെ എത്തിയ ചില കാഷായ വേഷധാരികളായിട്ടുള്ള ആൾക്കാർ അവിടെ ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പന് അഭിമുഖമായിരിക്കുന്ന വാവര് പള്ളിയിലെ വാവര് സ്വാമിയെക്കുറിച്ച് പറയുന്നത് തീവ്രവാദി എന്നാണ്. അതായത് ശബരിമല ക്ഷേത്രത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇങ്ങനെയല്ല ക്ഷേത്രം നിർമ്മിക്കേണ്ടത്, അവിടെ ഇരുത്തേണ്ടത് വാവരെയല്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയെ അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ എന്ന സങ്കല്പത്തെ തന്നെ ഇവർ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇവരെന്ത് ഭക്തിയാണ് ഇവർ പറയുന്നത്? ഇവരെന്ത് വിശ്വാസമാണ് പറയുന്നത്? ഇവരെന്ത് ആചാരമാണ് പറയുന്നത്? ഇവരുടെ ഉള്ളിൽ തികട്ടി നിൽക്കുന്ന ആ ഒരു വർഗീയ വിദ്വേഷം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി പന്തളത്തെ ഈ ഒരു സംഗമം മാറി. അതല്ലേ വാസ്തവം, സുജു? തീർച്ചയായിട്ടും ഷമി, BJP നടത്തിയ അല്ലെങ്കിൽ സംഘപരിവാർ നടത്തിയ ബദൽ അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ വർഗീയ സംഗമമായി മാറുകയായിരുന്നു. വർഗീയതയായിരുന്നു പല ആളുകളും പ്രസംഗിച്ചത്. അതായത് ഈ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സദാനന്ദ മഹർഷി മാത്രമല്ല വർഗീയ പ്രസംഗം നടത്തിയത്. ആദ്യം ഇതിൻ്റെ സെമിനാർ, അതായത് ശബരിമലയുടെ വികസനത്തെപ്പറ്റി അവതരിപ്പിച്ച സെമിനാറിൽ സ്വാമി അയ്യപ്പദാസ് പറഞ്ഞത് പണ്ടേക്ക് പണ്ട് ഹിന്ദുക്കളിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഹിന്ദുക്കളിൽ ഒരു വിഭാഗം, അതായത് ഹിന്ദുക്കളെ എല്ലാ ആളുകളെയും ഒരുമിച്ച് ഈ സ്വാമി അയ്യപ്പദാസ് കാണുന്നില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ആ ആളുകളെ ഇരു കൂട്ടരും ചേർന്ന്, ആരൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന് മതം മാറ്റി അവരെ ഹിന്ദുക്കളാക്കി പണ്ടേക്ക് പണ്ടേ ഇല്ലാതാക്കിയതിനും ശബരിമലയുള്ളതുകൊണ്ട് മാത്രമാണ് ഇരു കൂട്ടരും ഇവരെ, അതായത് തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ മതം മാറ്റാതെ പോയതെന്നാണ് സ്വാമി അയ്യപ്പദാസിൻ്റെ കണ്ടെത്തലും. അതാണ് സ്വാമി അയ്യപ്പദാസ് ഈ സെമിനാറിൽ പറഞ്ഞത്. അതായത് 2-3 കാര്യം അതിൽ തന്നെയുണ്ട് ഈ സ്വാമിയുടെ പ്രസംഗത്തിൽ. അതിലൊന്ന്, ഒപ്പം നിൽക്കുന്ന ഹിന്ദുക്കൾ, അതായത് തങ്ങളോടൊപ്പം നിൽക്കുന്ന ഹിന്ദു സമൂഹം, അപ്പോൾ എല്ലാ ആളുകളെയും സമഭാവനയോടെ കാണുന്നില്ല. മറ്റൊന്ന്, മതപരിവർത്തനത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് 2 മതസമുദായങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അപഹസിക്കുകയും വിദ്വേഷ പ്രസംഗമാണെന്ന് സ്വാമി അയ്യപ്പദാസ് സെമിനാറിൽ നടത്തി. അതിന് പിന്നാലെയാണ് സംഗമവേദിയുടെ ഏറ്റവും ഒടുവിലത്തെ സമാപന ചടങ്ങിൽ വെച്ച് ഈ സദാനന്ദ മഹർഷി നടത്തിയ കടുത്ത വർഗീയത, അതായത് വാവര് സ്വാമി അത് വർഗീയവാദിയാണ്, മുസ്ലിമാണ്, അത് ഭീകരവാദിയാണെന്നും അത്തരത്തിലൊരു കാര്യം ആവശ്യമില്ല എന്നും അതിന് പകരം മറ്റ് ചില രൂപങ്ങളാണ് പ്രതിഷ്ഠിക്കപ്പെടണം എന്ന തരത്തിലാണ് ഈ സദാനന്ദ മഹർഷി ഇന്നലെ ഈ സമാപന വേളയിൽ പ്രസംഗിച്ചത്. ഇതും ഇവരുടെ മാത്രമല്ല, വിജയ് തമ്പിയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ KP ശശികലയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസംഗത്തിൽ ശബരിമലയുടെ വികസനം എന്താണോ അതിനെപ്പറ്റി യാതൊരു കാഴ്ചപ്പാടും മുമ്പോട്ട് വെച്ചില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 സെമിനാറുകൾ, 2 സംഗമങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തണം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആഗോള അയ്യപ്പ സംഗമത്തിൽ നടത്തിയ സെമിനാറുകൾ, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി നടത്തിയ സെമിനാറിൽ, സെമിനാറിൽ പരിശോധിക്കുമ്പോൾ മുൻ DGP ജേക്കബ് പുന്നൂസും ഇപ്പോഴത്തെ ADGP S ശ്രീജിത്തും നടത്തിയ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ സെമിനാർ, എങ്ങനെയാണോ ശബരിമലയിൽ ഒരു 3.5 ലക്ഷം ആളുകൾ പ്രതിദിനം വന്നാൽ പോലും അതിനെ ക്രൗഡ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നതിനെപ്പറ്റി വളരെ ശാസ്ത്രീയമായ വശങ്ങളാണ് ജേക്കബ് പുന്നൂസ് മുമ്പോട്ട് വെക്കുന്നത്. ADGP S ശ്രീജിത്ത് ആ സെമിനാർ ഞാൻ പങ്കെടുത്തതാണ്. ആ സെമിനാറിൽ കൃത്യമായി തന്നെ ശബരിമലയുടെ ക്രൗഡ് മാനേജ്മെൻറ്റിനകത്ത് കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജീസ് ഉപയോഗിക്കണം, നിലവിലെ സംവിധാനങ്ങളുടെ പോരായ്മയുണ്ട്. ഇവർ മാത്രമല്ല, ഒരു ഡോക്ടറും പങ്കെടുത്തിരുന്നു. മാത്രമല്ല, നിരവധി അവിടെ എത്തിയ അയ്യപ്പ വിശ്വാസികളും സംശയങ്ങൾ, എങ്ങനെയാണ് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തുന്നത്, അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള അവരുടെ നിർദ്ദേശങ്ങളും. മറുഭാഗത്ത് മറ്റ് 2 സെമിനാറുകൾ, ശബരിമല മാസ്റ്റർ പ്ലാൻ എങ്ങനെ നടപ്പാക്കണം, ആ സെമിനാറിൽ കഴിഞ്ഞ ശേഷം കൃത്യമായി ഒരു 18 അംഗ വിദഗ്ധ സമിതി, അത് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടുന്ന
അടങ്ങുന്ന ഒരു സമിതി രൂപീകരിക്കുന്നു. അതുപോലെ പിൽഗ്രിം സർക്യൂട്ട് ടൂറിസ്റ്റ് സർക്യൂട്ട് ഇതിനെപ്പറ്റി തീർച്ചയായും അങ്ങനെ സുജു, ഇപ്പോൾ നമുക്ക് ശബരിമല എൻ ജയചന്ദ്രനിലേക്ക് പോകാം. ശ്രീ ജയചന്ദ്രൻ, അവിടെ പങ്കെടുത്ത ഈ കഷായ വേഷമിട്ട ചില മിഷൻ്റെയൊക്കെ തലവന്മാരായിട്ടുള്ള ശാന്താനന്ദ മഹർഷി, അതുപോലെ തന്നെ മറ്റൊരു മഹർഷിയുടെ കാര്യം സിജു പറയുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഈ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഒരു അവസരമായിട്ട് വാവരുസ്വാമി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം മലയാളിയുടെ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ എത്ര രൂഢമൂലമായ ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ തന്നെ തള്ളിപ്പറഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തെ തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമല്ലേ ശ്രീ ജയചന്ദ്രൻ? അല്ല, അത് ഷർമി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവര് ഈ ഇന്നലെ 22-ന് നടന്ന ബദൽ സംഗമമാണല്ലോ. പമ്പാ സംഗമത്തിന് ബദലായിട്ടാണല്ലോ പന്തളം സംഗമം നടത്തിയത്, വിശ്വാസ സംഗമം. അവിടെ പക്ഷേ വിശ്വാസ സംഗമത്തിൽ പ്രത്യേകമായ ഒരു അജണ്ട അവർ പുറത്തെടുത്തു. നേരത്തെ രഹസ്യമായിട്ടായിരുന്നു പുറത്തെടുക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും എടുത്തത് പറഞ്ഞാൽ 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷം നടന്ന ശബരിമല സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. അവിടവുമായി ബന്ധപ്പെട്ട് നടന്നു നാമജ ഘോഷയാത്രയുടെ തുടക്കവും പിന്നീട് ഇവരെ ഏറ്റെടുത്തതും ഒക്കെയുള്ള ചരിത്രങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷെ അന്നൊക്കെ ഈ ആ സംഭവത്തിന് ശേഷം, അതുവരെ 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമല ഇഷ്യൂ ഇവരെ ഉണ്ടാക്കുന്നത് വരെ ഈ ശരണം വിളിച്ച് ശബരിമലയിൽ പോകുന്ന ഭക്തരെല്ലാം വിളിക്കുന്ന ഒരു ശരണം, മറ്റേ സ്വാമിയെ ശരണമയ്യപ്പ, അത് വിളിച്ചതിന് ശേഷം പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് വാവരു സ്വാമിയെ ശരണമെന്റെ അയ്യപ്പ എന്നായിരുന്നു മുഴക്കുന്ന ഒരു ശരണം വിളി. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ വിജി തമ്പി, സംവിധായകൻ വിജി തമ്പി കൂടി ചേരുന്നു. ഇന്നലെ പന്തളത്ത് നടന്ന സംഘപരിവാർ സംഗമത്തിൻ്റെ പ്രധാന കാര്യക്കാരനായി നിന്ന വ്യക്തി കൂടിയാണ് വിജി തമ്പി. വിജി തമ്പി, ഞങ്ങൾ ഇപ്പോൾ ശാന്താനന്ദ മഹർഷി നടത്തിയ ആ ഒരു പരാമർശത്തെക്കുറിച്ച് പറയുകയായിരുന്നു. വാവരുസ്വാമി എന്ന് പറയുന്നത് തീവ്രവാദിയാണ്, അവിടെ ഇരിക്കേണ്ടത് വാവരുസ്വാമിയല്ല വാവരു സ്വാമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം. ഏത് രീതിയിലാണ് അത് പറയാൻ കഴിയുക? ഇതിപ്പം അയ്യപ്പനും വാവരും എന്ന് പറയുന്ന ഒരു സങ്കല്പം അയ്യപ്പ വിശ്വാസികളുടെ എല്ലാ മനസ്സിൽ എത്രയോ കാലമായി കുടികൊള്ളുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാവരുസ്വാമിയെ തള്ളിപ്പറയുന്ന, അയ്യപ്പ സ്വാമിയോട് ചേർന്ന് നിന്നുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു ഇടം വാവരുസ്വാമിക്ക് നൽകണമെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ തന്നെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് ഈ ശാന്താനന്ദ മഹർഷി മാറിയില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത്? മറ്റു മതങ്ങളെ ആക്ഷേപിക്കുക, വാവരുസ്വാമിയെ അവിടെ നിന്ന് പറിച്ചെറിയുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരുന്നു? സ്വാമി ശരണം, ഈ വാവര് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ശബരിമല ധർമ്മശാസ്ത്രവുമായിട്ട് എന്താണ് ബന്ധമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? വാവര് പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി എവിടെയെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു വാവര് പള്ളി ഉണ്ടോ? എരുമേലിയിൽ ഒരു പള്ളിയുണ്ട്, അത് വാവര് പള്ളിയല്ല, അത് നയനാർ മസ്ജിദാണ്. ആ മഹൽ കമ്മിറ്റി തന്നെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കേസ് കൊടുത്ത് വിധി വാങ്ങിച്ചിട്ടുള്ളതാണ് അത് നയനാർ മസ്ജിദാണെന്നുള്ളത്. വാവര് പള്ളി എന്നൊരു പള്ളിയില്ല, വാവരെന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് ശബരിമലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പണ്ടെന്നോ ഈ ഹിന്ദുക്കൾക്കുണ്ടായ ഒരു ജാഗ്രത കുറവ് കൊണ്ട് അന്ന് എങ്ങനെയോ അവിടെ വന്ന് കയറിയതാണ് വാവർ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വെളുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു പുതിയ ആള്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പമ്പയിൽ നടത്തിയ സംഗമത്തിൽ അദ്ദേഹം പറഞ്ഞു, ശബരിമല വരുന്നവരെല്ലാം എരുമേലിയിലെത്തി വാവര ദർശനം നടത്തി അവിടുന്ന് അർത്തുങ്കൽ പോയി വെളുത്തച്ഛന ദർശനം നടത്തുമെന്ന്. ഇങ്ങനെ രണ്ട് സങ്കല്പങ്ങൾ ഈ അയ്യപ്പ സ്വാമിയുമായിട്ടോ ശബരിമലയുമായിട്ടോ ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇന്നലെ സ്വാമിജി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ല, അദ്ദേഹത്തിന്റെ ഗുരു സ്വർഗീയനായ സത്യാനന്ദ സരസ്വതി സ്വാമി തിരുവടികൾ 10-25-30 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. വാവരല്ല പൂജിക്കപ്പെടേണ്ടത്, വാവൂരിനെയാണ്. മാത്രമല്ല ശബരിമലയിൽ നടന്ന കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള വാവരെന്ന് പറയുന്നത് ശബരിമലയുമായിട്ട് ബന്ധമില്ലാത്തതാണ്, അവിടെ വാവൂരിന്റെ പ്രതിഷ്ഠയാണ് വേണ്ടതെന്ന്. 1950 തീ പിടിക്കുന്നതിന് മുമ്പ് അവിടെ വാവൂരസ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, വാവൂരസ്വാമിയുടെ പൂജ ഉണ്ടായിരുന്നു. അതുപോലെ എരുമേലിയിൽ വാവൂരസ്വാമിക്ക് ക്ഷേത്രമുണ്ടായിരുന്നു, കൊടിയേറി ഉത്സവമുള്ള ക്ഷേത്രമുണ്ടായിരുന്നു. അത് മാറ്റിമറിക്കപ്പെട്ടതാണ്. ആ മാറ്റിമറിക്കപ്പെട്ടതിന് എവിടെയെങ്കിലും ഒരു തെളിവുണ്ടോ ഈ വാവർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച്?
വാവരെന്നൊരു സങ്കല്പത്തെക്കുറിച്ച് ധർമ്മശാസ്ത്രവുമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ആവശ്യമില്ലാതെ ബന്ധിക്കുകയാണ്. മാത്രമല്ല, ബഹുമാന്യനായ മുഖ്യമന്ത്രി പമ്പയിൽ പറഞ്ഞത് എന്താ? ശബരിമല ഒരു മതേതര സ്ഥാപനമാണെന്ന്. ശബരിമല മതേതര സ്ഥാപനമല്ല. ശബരിമല ഹൈന്ദവ ക്ഷേത്രമാണ്, കാനന ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് അവിടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അത്രയും പ്രത്യേകത. അവിടെ വാവരെയല്ല പൂജിക്കേണ്ടത്, അവിടെ അയ്യപ്പനെയാണ് പൂജിക്കേണ്ടത്. അയ്യപ്പന്റെ ഭൂതഗണമായ അല്ലെങ്കിൽ ശിവഭൂതമായ വാവൂരിനെയാണ് പൂജിക്കേണ്ടത്. അതാണ് അതിന്റെ സത്യം. അത് ശാന്താനന്ദ മഹർഷി തിരുവടികളിൽ ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ വാക്കുകളെ ഉദ്ധരിച്ചാണ് പറഞ്ഞത്, അല്ല അദ്ദേഹമായിട്ട് പറഞ്ഞ കാര്യമല്ല. അപ്പൊ ഈ ക്ഷേത്രം നിർമ്മിച്ചവരും ഈ ക്ഷേത്രത്തിന് അടിസ്ഥാനം ചെയ്തവരും ആ പാരമ്പര്യത്തെ മുഴുവൻ നിങ്ങൾ തള്ളിപ്പറയുകയാണ്. നിങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം അറിയുന്നവർ, നിങ്ങൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഐതിഹ്യങ്ങളും ചരിത്രവും അറിയുന്നവർ എന്ന് ധരിച്ചു വച്ചിരിക്കുകയാണോ നിങ്ങൾ? ഇത് ഈ അമ്പലം പണിതവരും ഈ അമ്പലത്തിൽ വാവർക്കൊരു ഇരിപ്പിടം കൊടുത്തവരും അങ്ങനെ ആ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായി വരുന്ന ചരിത്ര കഥകളൊക്കെ ഇല്ല എന്ന് പറയുകയാണോ? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പറയുന്നതല്ലല്ലോ, ഇത് മഹർഷി വര്യന്മാരിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടുത്തെ ഹൈന്ദവ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ശബരിമലയിൽ നടന്ന ദേവപ്രശ്നം എന്ന് പറയുന്നത് ഭഗവാന്റെ ഹിതമറിയാൻ വേണ്ടിയാണ് ദേവപ്രശ്നം നടത്തുന്നത്. ആ ദേവപ്രശ്ന വിധി പ്രകാരം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പത്മനാഭ ശർമ്മ അദ്ദേഹം ശബരിമലയിൽ വെച്ച ദേവപ്രശ്നത്തിലും അദ്ദേഹം പറഞ്ഞതാണ് വാവരെ അവിടെ പൂജിക്കാൻ പാടില്ല, വാവരെ സ്ഥാനം മാറ്റണം, അവിടെ വാവൂരിനെയാണ് പൂജിക്കേണ്ടതെന്ന് അദ്ദേഹവും പറഞ്ഞതാണ്. അപ്പൊ ദേവപ്രശ്നം എന്ന് പറയുന്നത് ഈ ശബരിമല ക്ഷേത്രത്തിന് രൂപം കൊടുത്ത മനുഷ്യരുടെ അല്ലെങ്കിൽ ഭക്തരുടെ ആ ഒരു സങ്കല്പത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുക വിജി തമ്പി? ഈ ക്ഷേത്രം നിർമ്മിച്ചവർ, ഈ ക്ഷേത്രത്തിന് രൂപം കൊടുത്തവർ, ഈ ശബരിമല ശാസ്താവിനെ അവിടെ കുടിയിരുത്തിയവർ അവർ തന്നെയാണ് വാവർക്കും അവിടെ സ്ഥാനം നൽകിയത്, വാവറുടെ പള്ളി അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പിന്നെ നിങ്ങളാണോ ഈ ക്ഷേത്രം നിർമ്മിച്ചത്? ശബരിമല ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണ് ഉള്ളത് വിജി തമ്പി? ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് RSSനും സംഘപരിവാറിനും എന്ത് ബന്ധമാണുള്ളത്? ഈ നാട്ടിലെ മതേതര സമൂഹത്തിന്റെ ചിന്തയുടെയും പ്രതീകത്തിന്റെയും പ്രതിഫലനമാണ് ശബരിമല ക്ഷേത്രം. നിങ്ങൾ ആരാ പറഞ്ഞത്? അല്ലാതെ സംഘപരിവാർ എവിടുന്നോ കയറി നിന്ന് വർത്തമാനം പറയുമ്പോൾ പിന്നെ ഇല്ലാതാവുന്നതല്ല വാവരുടെ ചരിത്രം. വാവരും സംഭവമേ ഇല്ല അവിടെ. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണല്ലോ അതാരും അംഗീകരിക്കാതെ ചോദ്യം ചെയ്യുന്നത്. എവിടുന്നോ കുറച്ച് കാവ്യവേഷമിട്ട് വന്ന് നിന്ന് വായിൽ തോന്നുന്നത് പറയുന്ന അല്ല ശബരിമലയുടെ ഐതിഹ്യം. ഈ നാട്ടിലെ കോടാനുകോടി മനുഷ്യർ എത്രയോ കാലമായി വന്ന് തൊഴുതു മടങ്ങുന്ന ഒരു സന്നിധാനമാണ്. അവിടെ എത്ര വിശിഷ്ടമായ സ്ഥാനമാണ് വാവർക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇരിക്കേണ്ടത് വാവരല്ലെന്ന് നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ അത് ശരിയാവുന്നത് എങ്ങനെയാണ് വിജി തമ്പി? നിങ്ങൾ പറയൂ, ശബരിമല ക്ഷേത്രം നിർമ്മിച്ച ആരാണെന്ന് പറയൂ. ശബരിമല ക്ഷേത്രം എത്രയോ കാലമായി നിലനിൽക്കുന്ന എത്രയോ കാലമായി 1950 മുമ്പ് ശബരിമല ക്ഷേത്രത്തിൽ വാവർക്ക് സന്നിധി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? 1950 മുമ്പ് വാവരുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് അതിനെ സംബന്ധിച്ച്? നിങ്ങൾ തെളിയിക്കുണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് തെളിവാണല്ലോ അവിടെ ഇരിക്കുന്ന വാവരുടെ പള്ളി. അവിടെ ഇല്ലല്ലോ വാവര പള്ളി. എവിടെയുണ്ട്? ശബരിമലയിൽ വാവരുടെ പള്ളിയുമുണ്ട്. വാവരുടെ പിന്നെ പ്രതീകങ്ങളായിട്ടുള്ള മനുഷ്യർ നൽകുന്ന കുരുമുളകും വാങ്ങിയാണ് അവിടെ എത്തുന്ന ഓരോ ഭക്തനും പോകുന്നത്. അത് വാങ്ങിച്ച് അവിടുത്തെ ആൾക്കാർ പുട്ടടിക്കില്ല. അവര് അയ്യപ്പ വിശ്വാസികളാണ്. നിങ്ങൾ എന്ത് അസംബന്ധമാണ് വിജി തമ്പി പറയുന്നത്? നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിളിച്ചുകൂട്ടിയ ആ ഒരു വർഗീയ വേദിയിൽ ഇത്തരത്തിലൊരു പരാമർശം വരുമ്പോൾ നിങ്ങൾ അതിനെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ ഈ രാജ്യത്തെ മതചിന്തകളെ മതവിശ്വാസങ്ങളെ ഒക്കെ മാറ്റിമറിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്നു. മറ്റുള്ളവരൊന്നും വിശ്വാസികളല്ല, മറ്റുള്ളവരെല്ലാം അവിശ്വാസികളാണ്. പിണറായി വിജയന് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. എവിടുന്നോ തമിഴ്നാട്ടിൽ നിന്ന് ഒരു അണ്ണാമലയെ വിളിച്ചുകൊണ്ട് വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്ഷേപം പറയിക്കലാണ് നിങ്ങളുടെ പണി. അതുപോലെ തന്നെയാണ് നിങ്ങൾ വാവരെ കുറിച്ചും ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറയുന്നത് വിജി തമ്പി. നിങ്ങളുടെ ഈ ന്യായങ്ങളൊന്നും ഈ സമൂഹം അംഗീകരിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോൾ പോലീസ് കേസടക്കം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും. പന്തളം കൊട്ടാരമടക്കം പരാതി നൽകിയിരിക്കുകയാണ് ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ. പന്തളം കൊട്ടാരൊന്നും പരാതി നൽകത്തില്ല.
കേട്ടോ. രാജകുടുംബാംഗമായിട്ടുള്ള പ്രദീപ് വർമ്മയാണ് പരാതി നൽകിയത്. പരാതിയൊന്നും പന്തളം കൊട്ടാരത്തിന്റെ യാതൊരു ഔദ്യോഗികമായ പരാതിയും വരില്ല. പന്തളം കൊട്ടാരത്തിൽ ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തു, പിന്നെ പന്തളം കൊട്ടാരത്തിന് പരാതി എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടുത്തെ ഒരു വ്യക്തിക്കല്ലേ പരാതി എഴുതി കൊടുക്കാൻ പറ്റൂ. പന്തളം കൊട്ടാരത്തിന് കമ്മിറ്റി ഉണ്ടല്ലോ. ആ കമ്മിറ്റിയിൽപ്പെട്ട ആളാണ് പരാതി നൽകിയത്. ആ കമ്മിറ്റിയിൽപ്പെട്ട കാരണം അവരുടെ പേരാണല്ലോ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിച്ചിഴിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ സംഗമമാക്കി അത് മാറ്റി. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. ആ ഒരു സ്ഥാപനത്തെയാണ് ആ ഒരു പ്രസ്ഥാനത്തെയാണ് ആ ഒരു വിശ്വാസത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളുടെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. തുടക്കം തന്നെയാണ്. ഇവിടുത്തെ അവിശ്വാസികളായ ആൾക്കാരെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ഒരു വലിയ പദ്ധതിയുടെ തുടക്കം തന്നെ. ഈ വിശ്വാസിയെയും അവിശ്വാസിയെയും ഡിവൈഡ് ചെയ്യാനുള്ള എന്ത് യന്ത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വിശ്വാസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശാഖയിൽ വരുന്നവർ മാത്രമാണോ വിശ്വാസികൾ? നിങ്ങളുടെ ശാഖയിൽ വരുന്നവർ മാത്രമാണോ ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾ? അതാണ്ട് ഇന്ന് NSS ജനറൽ സെക്രട്ടറി അടക്കം നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമോ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഒരു താല്പര്യവും ഉള്ളവരല്ല ഈ നാട്ടിലെ സംഘപരിവാറും RSS എന്ന് G. സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നു. നിങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ എത്രമാത്രം ഈ സമൂഹത്തിന് അപകടകരമാണ് എന്നുള്ള തിരിച്ചറിവായിരുന്നു ഇന്നലത്തെ പന്തളത്തെ ആ ഒരു സംഗമം. ഇന്നലെ സംഗമത്തിന് വന്ന എല്ലാ സംഘപരിവാറിന്റെ ആൾക്കാർ മാത്രം. സംശയം എന്താ? അല്ലാത്ത ഒരാളുടെ പേര് താങ്കൾക്ക് പറയാൻ കഴിയുമോ? RV ബാബു ആരാണ്? ശശികല ആരാണ്? പിന്നെ രാമൻ നായർ ആരാണ്? അതുപോലെ അവിടെ വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആരാണ്? ഇതെല്ലാം നമുക്കറിയാം. RSS BJP സംഘപരിവാർ അല്ലാതെ ഒരു മനുഷ്യൻ പോലും ആ വഴിയിൽ കൂടെ പോയവർ പോലും അങ്ങോട്ട് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് ആ കസേരകളടക്കം ഒഴിഞ്ഞു കിടന്നത്. ദൃശ്യങ്ങളിൽ കാണാം മിസ്റ്റർ വിജിത് തമ്പി. നിങ്ങൾ നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ, അതിൽ കാണാം താങ്കൾക്ക് കാണാം എത്ര പേരുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കൂ. എത്ര രാമൻ നായർ അവിടെ പ്രഖ്യാപനം വായിക്കുമ്പോൾ ആ കസേര മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ താങ്കൾക്ക് ആ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം വർഗീയ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ മിനിമം ചരിത്രബോധമുള്ള ആൾക്കാരെങ്കിലും അതിൽ പങ്കെടുപ്പിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വളരെ നന്ദി വിജിത് തമ്പി പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ കൂടി തുടരുകയാണ്. ജയചന്ദ്രൻ പറയുന്നത് കേട്ടല്ലോ അല്ലേ? ഇതൊക്കെ ഇത്തരം ഗീർവാണങ്ങളല്ലാതെ ഇവർക്കൊന്നും പറയാനില്ലല്ലോ ഷമ്മി. പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ പറഞ്ഞത് പിന്നെ വളരെ നന്നായി ശബരിമല സംഗമം നടത്തിയത് എന്നുള്ളത്, പിന്നെ പമ്പാ സംഗമം നടത്തിയെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? റിപ്പോർട്ടറിലായിരുന്നു ഞാൻ ചർച്ചയിൽ. അതുകൊണ്ടാണല്ലോ ഇവർ നടത്തിയതായിട്ട് ഇവർ തന്നെ പറയുന്നത്. ഇപ്പൊ എന്താണ് ഇവരുടെ പദ്ധതി? ആരാണ് ഇവരുടെ കൂടെയുള്ളത്? എന്താണ് താല്പര്യങ്ങൾ, ആശയങ്ങൾ, അഭിലാഷങ്ങൾ? ഇതെല്ലാം ഇന്നലെ എക്സ്പോസ്ഡ് ആയില്ലേ? ആ എക്സ്പോസ് ചെയ്യിക്കാനുള്ള രാഷ്ട്രീയ വിവേകം കാണിച്ച പിന്നെ സംവിധാനത്തിന്റെ പേരാണ് LDF എന്നും ഭരിക്കുന്ന LDF സർക്കാർ എന്നും. അതാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, രാഷ്ട്രീയ വിവേകം കണ്ടു കേരളം 20-ാം തീയതി പമ്പാ സംഗമത്തിൽ. പിന്നെ കക്ഷിരാഷ്ട്രീയ വിദ്വേഷം കണ്ടു കേരളം ഇന്നലെ 22-ാം തീയതി പന്തളത്ത്. അതാണ് കണ്ടത്. അതിന്റെ പിന്നെ എന്നിട്ടും ആ അസഹിഷ്ണുത തീരുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പ്രയോജനപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഷമ്മിയുടെ ചോദ്യങ്ങൾക്കെല്ലാം വിജിത് തമ്പി എന്ന് പറഞ്ഞ RSSകാരൻ ഇപ്പൊ ഇവിടെ കിടന്ന് ഗീർവാണം മുഴക്കിയത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞെന്ന് ഇത് തന്നെയാണ് ഷമ്മി. 2018 വരെ 2018 ഈ ശബരിമല ഇഷ്യൂ, സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ ശബരിമല പ്രശ്നം നടക്കുന്നത് വരെ പിന്നെ RSSകാർ ഉൾപ്പെടെ ശബരിമലയിൽ പോകുന്നവർ എല്ലാവരും വിളിച്ചിരുന്ന ശരണം വിളികളിൽ പിന്നെ വാവൂർ സ്വാമി ശരണമെന്റെ അയ്യപ്പ എന്നുള്ള ശരണം വിളി ഉണ്ടായിരുന്നു. ആ ഘോഷണം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് ഇതുവരെയും ഇന്നലെ വരെ ഉണ്ടായിരുന്നത് വാവൂർ സ്വാമി ശരണമെന്റെ അയ്യപ്പ വിളിക്കില്ല, അത് വിളിക്കാതിരിക്കും. പക്ഷെ ഇന്നലെ സംഭവിച്ച അതല്ല. വാവൂർ തീവ്രവാദിയായിരുന്നു എന്ന് പിന്നെ മഹർഷി എന്നൊക്കെ പേരിന്റെ കൂടെ വായിൽ തുന്നിച്ചേർത്തിട്ടുള്ള ഒരു കപട മഹർഷി, ഒരു പിന്നെ
കപട ഹിന്ദുത്വവാദി ഇന്നലെ അവിടെ നിന്നൊരു താങ്കളുടെ മഹർഷിയുടെ പേര് പറഞ്ഞില്ല, ആ പേര് പറയാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അയാൾ പറഞ്ഞല്ലോ തീവ്രവാദിയാണെന്ന്. എന്ന് പറഞ്ഞാൽ അവർക്കെന്നല്ല, അവർ വാവർ എന്ന ആ മഹത്തായ മതേതര സങ്കല്പം, താങ്കളത് പറഞ്ഞല്ലോ, ശബരിമലയുടെ മഹത്തായ മതേതര സങ്കല്പത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതാണ് പിന്നെ വാവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ശബരിമലയ്ക്ക് ഒരു അസ്തിത്വമില്ല എന്നുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ പിന്നെ പുരാണ കഥകളിലും ചരിത്രങ്ങളിലും പറയുന്നതാണ്, നിരന്തരം പറയുന്നത്. അദ്ദേഹം ഒരു ചോദ്യം ഷമീൽ ചോദിച്ചത് കേട്ടോ, നിങ്ങൾക്ക് എന്താണ് തെളിവ്, എന്താണ് തെളിവ് എന്നാണല്ലോ ചോദിച്ചത്. തിരിച്ച് അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ല എന്ന് എനിക്കറിയാം ഇപ്പോ, എങ്കിലും നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല ഷമീൽ. ഈ ദൈവങ്ങളുടെയൊക്കെ ഇപ്പൊ ഈ ശ്രീ അയ്യപ്പന്റെ അടക്കം പിന്നെ ഞാൻ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ വിശ്വാസികളുടെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുകയോ അല്ല, ഒരു സത്യം യാഥാർത്ഥ്യം ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടു. അത് വിജിത്തന്റെ ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രം ദൈവങ്ങളുടെയൊക്കെ ചിത്രം ആരാണ് ഉണ്ടാക്കിയത്, എന്ത് തെളിവിലാണ് ഉണ്ടാക്കിയത് എന്ന് ശ്രീ തമ്പിയോട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചാലോ? രവിവർമ്മ എന്ന് പറഞ്ഞ ചിത്രകാരൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ദൈവങ്ങൾക്ക് മുഖവും ആകാരവും ഉണ്ടാകുമായിരുന്നു ഷമി? അദ്ദേഹമല്ലേ ഇതെല്ലാം പിന്നെ ഈ ദൈവങ്ങളെല്ലാം നല്ല സുന്ദരന്മാരും സുന്ദരികളുമാക്കി ചിത്രീകരിച്ച് അവതരിപ്പിച്ച് ഭംഗിയാക്കി കൊടുത്തത്? അപ്പൊ രവിവർമ്മയോട് ആരെങ്കിലും തെളിവ് ചോദിച്ചോ? ഇന്നും ചോദിക്കില്ലല്ലോ, നാളെയും ചോദിക്കില്ലല്ലോ. എവിടുന്നാണ് ശ്രീ രവിവർമ്മ എന്ന് പിന്നെ ഈശ്വരവിശ്വാസികളോ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരോ ചോദിക്കില്ല. കാരണം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. രവിവർമ്മ അങ്ങനെ ചിത്രം വരച്ചു, അത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു, നമ്മൾ അതിനെ വിലമതിക്കുന്നു. രവിവർമ്മയുടെ ആയത്നത്തിനെ നമ്മൾ വിലമതിക്കുന്നു, ഒരിക്കലും വില കുറച്ച് കാണുകയില്ല. തീർച്ചയായും ജയചന്ദ്രൻ, താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ കൂടി ചേരുകയാണ്. ഹർഷകുമാർ, ഈ ശാന്താനന്ദ മഹർഷി എന്ന വ്യക്തിയെ ഇന്നലത്തെ അവിടുത്തെ സംഘപരിവാർ സമ്മേളനത്തിൽ നടത്തിയ ഒരു പരാമർശം ശബരിമല ക്ഷേത്രത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ അതിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ആ പരാമർശം. ശബരിമലയിൽ വാവർക്ക് എന്ത് സ്ഥാനം, തീവ്രവാദിയാണ് എന്ന പരാമർശമാണ് നടത്തുന്നത്. അതായത് അവർക്ക് സംബന്ധിച്ച് ഈ ശബരിമലയെ റീബിൽഡ് ചെയ്യുക, അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുക, അതനുസരിച്ച് വിശ്വാസികളെയും അവിശ്വാസികളെയും തരംതിരിക്കുക, അങ്ങനെ വളരെ ഈ കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ ഇല്ലാതാക്കുക, വളരെ ഗ്രാൻഡ് അജണ്ടയാണ് ഇവർക്ക് ഉള്ളത്. ഹർഷകുമാർ, നോക്കൂ, താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തെ തന്നെ വളരെ പെശകടങ്ങിയിരിക്കുന്നു. കാരണം ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള സംസ്കാരമാണ്. ഭാരതീയ മഹർഷിമാരെ സംബന്ധിച്ചൊക്കെ വലിയ മാനമാണ് നമുക്ക് കൊടുക്കാറുള്ളത്. ഒരു സാമൂഹ്യ വിരുദ്ധ പരാമർശം നടത്തിയ ആളിനെ മഹർഷി എന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണ്. അത് നമ്മൾ ആദ്യം തിരുത്തേണ്ടതുണ്ട്. കാരണം ഒരു മഹർഷി എന്ന സങ്കല്പത്തിൽ നിന്ന് ഇത്തരം ഒരു വാക്ക് ലോകത്തിന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. പിന്നെ മറ്റൊന്ന്, അയ്യപ്പനും വാവരും തമ്മിലുള്ള സങ്കല്പം, അയ്യപ്പന്റെ ഉറ്റ തോഴനായിട്ടാണ് വാവരെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. എല്ലാ വിശ്വാസങ്ങളിലും എല്ലാ ആചാരങ്ങളും അങ്ങനെയാണ്. എങ്ങനെയാണ് ശബരിമല സന്നിധാനത്തിന് 18-ാം പടിക്ക് തൊട്ട് ചേർന്ന് വാവർക്ക് ഒരു നടയുണ്ടായത്? വാവറുടെ എരുമേലിയിലെ വാവര് പള്ളിയിൽ പേട്ട നടത്തുന്നത് എങ്ങനെയാണ് ലക്ഷക്കണക്കാനായ അയ്യപ്പന്മാർ? അപ്പൊ ഒരു വൈരം തീർക്കുന്നതിന് വേണ്ടി മതമൈത്രി ഉണ്ടായ ഒരു സ്ഥലത്ത്, നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അതിനെ തകർത്ത് RSS അജണ്ട നടപ്പാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ പ്രസംഗത്തിലൂടെ ഇന്നലെ നടന്നത്. 2 ദിവസം മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല മാസ്റ്റർ പ്ലാനും 1000 കോടിയിലേറെ രൂപയുടെ മാസ്റ്റർ പ്ലാനും ആയി ബന്ധപ്പെട്ടും അവിടുത്തെ തീർത്ഥാടനത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ശബരിമലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനും വേണ്ടി ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. ആ അയ്യപ്പ സംഗമത്തെ എന്തിന് എതിർത്തു എന്ന് പറയാൻ ഇപ്പോഴും ഇവർ കഴിയുന്നില്ല. ഞങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? അതിന് പകരം ഒരു ബദൽ സംഗമം സംഘടിപ്പിച്ചിട്ട് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വിഷലിപ്തമായ വാക്കുകൾ ഉപയോഗിച്ച് അയാളെ സന്യാസി എന്നൊന്നും പറയാൻ പാടില്ല. ഈ ചെങ്കോട്ടുകോണം മഠത്തിലെയാണ് ഇയാളെന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഒരുത്തരുണ്ടായിരുന്നു ഇതേപോലെ ചെങ്കോട്ടുകോണം മഠത്തിൽ. അയാൾ ഇതിനെക്കാട്ടി വളരെ മോശം പരാമർശങ്ങൾ നടത്തിയ ആൾ. അവരെയൊക്കെ സ്വാമി, സന്യാസി, മഹർഷി എന്നൊക്കെ വിളിക്കുന്നത് തന്നെ ആക്ഷേപകരമാണ്. ഹൈന്ദവ പാരമ്പര്യത്തെ, ഇന്ത്യയുടെ ആർഷ ഭാരത സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതാണിത്.
തീർച്ചയായും അത് മാത്രമാണോ ഈ ഒരു ക്ഷേത്രത്തിന് ഒരു ഐഡന്റിറ്റി ഇല്ലേ, അതിനൊരു അസ്തിത്വമില്ലേ, അതിൻ്റെ ഒരു ഐതിഹ്യം, അതിൻ്റെ ചരിത്രം, അതെല്ലാം ഉൾക്കൊണ്ട് എത്രായിരം കോടി മനുഷ്യർ അവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. വാവരുനടയിൽ ചെന്ന് കുരുമുളക് വാങ്ങി അവിടെ തൊഴുത് പോയിട്ടുണ്ട്. വാവര് സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിച്ച് കയറുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ നോക്കൂ, RSSനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ കാലാകാലങ്ങളിൽ ഓരോ ദൈവങ്ങളെ എടുത്ത്, ഇപ്പൊ ശബരിമല നേരത്തെ അയോധ്യയിലെ ശ്രീരാമനെ എടുത്തു, അത് ഉത്തർപ്രദേശ് അടക്കമുള്ള രാഷ്ട്രീയ ഭൂമികയിൽ ഇളക്കമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പൊ മധുരയിലെ ശ്രീകൃഷ്ണനെ എടുക്കുന്നു. കാലാകാലങ്ങളിൽ ഓരോ സ്ഥലത്ത് ശബരിമലയിലെ അയ്യപ്പനെ, കാരണം അയ്യപ്പൻ RSSന്റെ സങ്കല്പത്തിലുള്ള ഒരു ദൈവസങ്കല്പമേ അല്ല. എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും എല്ലാ ജാതിയിൽ ഒരു കാലത്തും ജാതിയുടെ അയിത്തമില്ലാത്ത ക്ഷേത്രമായിരുന്നു ശബരിമല. അവിടെ RSS അതിനെ ഉപയോഗിച്ച് കടന്നു കയറാനും അതിനകത്ത് RSSന്റെ അജണ്ട കുത്തി നിറയ്ക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടന്നത്. ഇത് കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും തള്ളിയതാണ് RSSന്റെ ഈ പന്തളത്ത് നടന്ന സംഗമത്തെ. ഒരു 4-5 ജില്ലകളിൽ നിന്ന് അവിടേക്ക് ബസ്സിൽ ആളിനെ പോകുന്നത് ഞാൻ കണ്ടതാണ് ഇന്നലെ. അവിടെ RSSന്റെ മഹാസമ്മേളനം നടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നല്ലാതെ അയ്യപ്പ സംഗമമല്ല അവിടെ നടന്നത്. അയ്യപ്പ സംഗമമാണെങ്കിൽ കാലങ്ങളായി അയ്യപ്പന്റെ ആചാരത്തിന്റെ ഭാഗമാണ് വാവരുനടയും വാവർ ക്ഷേത്രവും, അല്ലെ, വാവരുടെ ആരാധനയും. ശ്രീ ഹർഷകുമാർ, ഒരുപക്ഷെ കേരളത്തെ മതപരമായി ഭിന്നിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ശബരിമലയും അവിടുത്തെ വാവരുനടയുമാണ്. സംഘപരിവാറിന് അത് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ രീതിയിൽ ഒരു അറ്റാക്ക് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ആ വാവര് സ്വാമി എന്നുള്ള ഒരു സങ്കല്പം തന്നെ അവർക്ക് ദഹിക്കുന്നതല്ല. RSSന്റെ വർഗീയ ചിന്തയ്ക്കും വർഗീയ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് ആ മതേതര സങ്കല്പത്തിലുള്ള വാവരുസ്വാമി. അയ്യപ്പന്റെ ഏറ്റവും ഉറ്റ തോഴനായിട്ടാണ് വാവരുസ്വാമിയെ കാണുന്നത്. അതേപോലെ തന്നെ അർത്തുങ്കൽ പള്ളിയായിട്ടുള്ള ശബരിമലയുടെ ബന്ധം ഇതൊന്നും RSSന് ദഹിക്കുന്നതല്ല. RSSനെ സംബന്ധിച്ച് അവരുടെ സങ്കുചിത മത താല്പര്യം, ഈ മതത്തിന് വേണ്ടിയല്ല, മതത്തിലെ തീവ്രമായ ചിലത്, ഈ മതത്തിന്റെ പേര് പറഞ്ഞ് അവർ തനിക്ക് രാജ്യം ഭരിക്കുന്ന ആർക്ക് വേണ്ടിയാ? ഏതെങ്കിലും സാധാരണ ഹിന്ദുവിന് വേണ്ടിയാണോ? രാജ്യത്തെ കോർപ്പറേറ്റ് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ് അവരുടെ ഭരണം. അവരുടെ ദാസന്മാരായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യനെ വർഗീയമായി തമ്മിലടിപ്പിച്ചിട്ട് അവരെ കൊള്ളയടിച്ച് ആ പണം പിടിച്ച് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നത് മറയ്ക്കാനുള്ള ശ്രമം നടത്തുന്ന RSSന് ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നന്ദി ഹർഷകുമാർ പ്രതികരിച്ചതിന്.